Watch full episodes on Jio Hotstar. ഹലോ ചിങ്കം സാർ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഹലോ ചിങ്കം സാർ, ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങള് കൊള്ളയടിക്കപ്പെട്ടു. ചെയ്യാം ഞാൻ എന്തേലും ചെയ്തോളാം. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? പക്ഷെ എന്തേലും ചെയ്തേ പറ്റൂ. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ലെന്നാ പറയുന്ന ചിങ്കം സാറേ? അങ്ങനെ എന്ത് ഗണിതത്തിന്റെ പ്രശ്നമാ? എടോ മോട്ടുപത്ലോ, ഇത് ഗണിതത്തിന്റെ കാര്യമൊന്നും അല്ലെന്നേ. എന്നാ പിന്നെ തീർച്ചയായിട്ടും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. മോട്ടുപത്ലോ, നിങ്ങൾ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഒന്ന് പോകുന്നുണ്ടോ അവിടെ? ഓക്കെ സാർ, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങളുടെ പ്രശ്നമല്ലേ, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചേക്ക്. ഞങ്ങൾ പോവാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഒന്ന് നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യമുണ്ട്, ഒരു വലിയ കാര്യമുണ്ട്. ഈ നഗരത്തിന്റെ സുരക്ഷതയാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അതൊരു വലിയ പ്രശ്നം തന്നെയാ. നമ്മുടെ നാട്ടിൽ കൊള്ളക്കാരും കള്ളന്മാരും ശല്യം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ പെട്ടെന്ന് ജോണിനെ പിടിക്കേ. ഞാൻ അതിനേക്കാളും മുമ്പ് അകത്തായി മോട്ടു പത്ലു. ഞാനിപ്പോ മോഷണമൊക്കെ അങ്ങ് നിർത്തി വെച്ചിരിക്കുക. ആലോചിക്കൂ, ഇവൻ അകത്താണെങ്കിൽ അപ്പൊ പിന്നെ പുറത്തുള്ള കള്ളൻ ആരായിരിക്കും? അവൻ ആരാണെങ്കിലും ശരി, അവനെ ഞാൻ എന്ത് വന്നാലും പിടിച്ചിരിക്കും. പക്ഷെ ഞാൻ അവനെ പിടിച്ചാലും മോഷിച്ച വസ്തുക്കൾ അവരെ നിന്ന് കിട്ടില്ല. അവന്മാരത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അവന്മാരൊക്കെ പഠിച്ച കള്ളന്മാരാണ്. ഇനി എന്ത് ചെയ്യും സാറേ? എന്റെ ബുദ്ധിയിൽ ഒരു വഴി തെളിയുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പിൽ ഞാനൊരാളെ ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരുടെ എല്ലാ പ്ലാനും എനിക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? അതങ്ങ് ചെയ്തൂടെ? അത് തന്നെയാണ് എന്റെ പ്രശ്നം. ഞാൻ ആരെയാണ് ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുക? ആരുണ്ട് ഇവിടെ നമ്മുടെ ഫുർഫുര നഗരത്തിന് വേണ്ടി ഈ അപകടം പിടിച്ച പണി ചെയ്യാൻ? ഞങ്ങൾ തയ്യാറാണ്. എനിക്കറിയാം താനിത് പറയുമെന്ന്. പക്ഷെ മോട്ടൂന്റെ മീശ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൽ ഇങ്ങനൊരു മീശ ആർക്കും ഇല്ല. നമുക്കത് എന്തേലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മോട്ടൂനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. വേണ്ട, എന്റെ ഭംഗിയുള്ള മീശ. നാട്ടിലെ കള്ളന്മാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാ കൊള്ളയുടെയും പുറകില് ലുങ്കി ഗ്യാങ് ആണ്. നമ്മൾ ഇവിടെ ഉണ്ടായിട്ട് വേറൊരു ലുങ്കി ഗ്യാങ് എവിടെ നിന്ന് വന്നു വിട്ടു? ഇപ്പോൾ കിട്ടിയ വാർത്ത, കുറച്ചു നേരം മുമ്പ് ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. ഈ കൊള്ളയുടെ പുറകിലും ലുങ്കി ഗ്യാങ്ങിന്റെ പേരാണ് കേൾക്കപ്പെടുന്നത്. ഈ ലുങ്കി ഗ്യാങ് വലിയൊരു സംഭവം തന്നെയാണല്ലോ. വേണമെങ്കിൽ നമുക്കും അവരുടെ കൂടെ കൂടാം. ഐഡിയ ശരിക്കും കൊള്ളാം ബോസ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇനി രണ്ട് ഗ്യാങ്ങും ചേർന്ന് വർക്ക് ചെയ്താൽ ജോലിയുടെ ഫലം 4 ഇരട്ടിയായിരിക്കും. ഇത് ലുങ്കി ഗ്യാങ് ആണല്ലോ. നിങ്ങൾ ഈ കൊള്ളക്കാരെ പിടിക്കാൻ സഹായിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിങ്ങളും അംഗമായിക്കോളൂ. ഇല്ല. എങ്കിൽ ശരി, ഉടനെ മേലോട്ട് പോകാൻ തയ്യാറായിക്കോ. നിൽക്ക്, ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേരാൻ സമ്മതമാണ്. ഹലോ സർദാർജി, നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവര് ലുങ്കി ഗ്യാങ്ങൊന്നും അല്ല, അവര് മോട്ടു പത്ലുവാ. അവരിപ്പോ ചിങ്കം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി. അതെ സർദാറെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉറക്കെ ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിങ്ങളെ പോലെ 2 മുത്തുകളെ കിട്ടിയില്ലേ, അതിന്റെ സന്തോഷമാ എനിക്ക്. എനിക്ക്
തോന്നുന്നത് നമ്മുടെ പദ്ധതിക്ക് അവന്മാർ കണ്ടുപിടിച്ചെന്നോ. ഇനി നമ്മൾ മേളിലേക്ക് പോകാനുള്ള സമയമായെന്നാ തോന്നുന്നു പത്തലു. നിങ്ങൾക്ക് 3 ടെസ്റ്റ് തരാൻ പോവുകയാ. ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. ഇത്രയും തോക്ക് കണ്ടിട്ടും നിങ്ങൾ പേടിച്ചില്ലല്ലോ. രണ്ടാമത്തെ ടെസ്റ്റ് ചിങ്കത്തിനെ മർദ്ദിക്കുക. ശരി, ഞങ്ങൾ ചെയ്തോളാം. ചിങ്കം സാറേ, ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കിട്ട് തല്ലാൻ. പിന്നെന്തിനാ വൈകിക്കുന്നത്? തല്ലാൻ തുടങ്ങിക്കോ. എടോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവർക്ക് സംശയം വരാൻ പാടില്ല. നിങ്ങൾ ശക്തമായിട്ട് തല്ലിക്കോ. ഞാൻ കരയുന്നത് പോലെ ആക്ട് ചെയ്തോളാം. ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾ നിർത്തരുത്. കമോൺ, തുടങ്ങിക്കോളൂ. ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ശരിക്കും പറയണ, എന്നെങ്ങനെ തല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നു. വേണ്ട, പറയുന്നത് കേക്ക്. എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. എന്റെ അമ്മോ, ഇവിടെ നിർത്താനല്ല പറഞ്ഞു. സാറേ, നല്ല വേദന ഉണ്ടോ? എന്റെ അമ്മോ, എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംഹത്തിന് ഒരിക്കലും വേദനക്കില്ലാന്ന്. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന്, ഞാനിപ്പോ വരാം. എന്റെ അമ്മോ, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. നിങ്ങൾ സത്യത്തിൽ വളരെ മിടുക്കന്മാരാ. ഇനി ലാസ്റ്റ് ടെസ്റ്റ്. നിങ്ങൾക്കിനി എത്ര പേരുടെ മർദ്ദനത്തിന് ഇരയാകാൻ സാധിക്കുമെന്ന് നോക്കാം. എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ പോലീസ് ഇടിച്ചിടിച്ച് സത്യം പറയിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം വളരെ ശക്തിയുള്ളതായിരിക്കണം. എത്ര തന്നെ നാം മർദ്ദിക്കപ്പെട്ടാലും സത്യം പറയാൻ പാടില്ല. ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്ന്. എങ്കിൽ തുടങ്ങിക്കോളൂ കൂട്ടരെ, മർദ്ദനം ആരംഭിക്കട്ടെ. ഇവന്മാരൊക്കെ ശരിക്കും വേദനിക്കുന്നത് പോലെയാണല്ലോ ഇട്ട് തല്ലുന്നത്. ഫുർഫുറി നഗരത്തിന് വേണ്ടി നമ്മൾ എത്ര തല്ലു മേടിച്ചാലും കുഴപ്പമില്ല. എന്റെ ഫോട്ടോ ഇനി സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒട്ടും പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മളെ ഇടിച്ചിടിച്ച് മുകളിലേക്ക് പറഞ്ഞയക്കുമെന്നാ തോന്നുന്നേ. വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇനി ചിങ്കം സാറിന്റെ പ്ലാൻ വിട്ടേക്ക്. നമ്മുടെ സ്വന്തം ഐഡിയ പ്രയോഗിക്കാം. സമൂസ കഴിക്കുക, പണി തുടങ്ങിക്കോ. അതേ, കൊള്ളക്കാരൻ ചേട്ടാ ഒന്ന് നിൽക്കൂ. ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് അടി മാത്രമല്ലേ തരുന്നുള്ളൂ. ഇനി കുറച്ച് സമൂസ കൂടെ തരുമോ? അല്ല, നീ എന്തായി ചെയ്യുന്നത്? എവിടേക്കാ പോകുന്നത്? കൊള്ളക്കാര് പുറകിലാണ്. ഓ സോറി സോറി, സിനിമയിലൊക്കെ കാണാറില്ലേ ഹീറോസ് ഒരു പെട്ടിയിൽ നിന്ന് മറ്റേ പെട്ടിയിലേക്ക് ഓടുന്നത്? അതുപോലെ ഓടി നോക്കിയതാ. സോറി സോറി.
എന്റെ കൂട്ടുകാരനെയാണ് അടിക്കുന്നേ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മോട്ടു എഴുന്നേൽക്ക്. അവനെ തള്ളി താഴെയിട്. എന്റെ അമ്മോ, ഇതുവരെ നാളികേരാണ് വീണോണ്ടിരുന്നത്, ഇപ്പൊ കള്ളന്മാരാണല്ലോ വീഴുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ മോട്ടു പത്ലുവിന്റെ പേരും നിലനിൽക്കും. The name is ചിങ്കം. No, 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 no. The name is മോട്ടു പത്ലു. നമ്മുടെ ഫുർഫുറെ നഗരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവർ എന്ത് ത്യാഗം ചെയ്യും. ഇവരാണ് നമ്മുടെ നഗരത്തിലെ ശരിക്കുള്ള ഹീറോസ്. ഇന്ത്യ നിയമമാണ് സത്യം, നമ്മുടെ ഭാരത രാജ്യമാണ് സത്യം. ഹാ. താങ്ക് യു ബോസ്. ഞങ്ങൾക്ക് പിസ്സ ബോയുടെ ജോലി തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇനി കണ്ടോളൂ ഞങ്ങൾ എന്ത് സ്മാർട്ട് ആയിട്ടാണ് ജോലി നോക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ, പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ അലമ്പൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഞാൻ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. അത് സാറിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. വാട്ട്? സാറേ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം ബോസ് ആയാൽ ഇങ്ങനെ വേണോന്നാ. ശ്രദ്ധിച്ചു കേൾക്കുക. 20 മിനിറ്റിനകം ഏത് ഓണങ്കര മൂലയിലാണേലും പിസ്സ ഡെലിവറി ചെയ്തേ പറ്റൂ. ഇനി അഥവാ 20 മിനിറ്റിൽ 1 മിനിറ്റ് കൂടിയാ പിസ്സ ഫ്രീ ആയിട്ട് കൊടുത്തേ പറ്റൂ. ഡോൺ വറി സാറേ, ഞങ്ങൾ ഇതിനു മുമ്പും പിസ്സ ഡെലിവറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഫുർഫുറി നഗരത്തിലെ 20 മിനിറ്റ് ഒക്കെ എന്തിനാ സാറേ? ഞങ്ങൾക്ക് വെറും 10 മിനിറ്റ് മതി എവിടെയും പോവാൻ. 20 മിനിറ്റിനുള്ളിൽ പിസ്സ ഡെലിവറി. 1 മിനിറ്റ് ലേറ്റ് ആയാൽ പിസ്സ ഫ്രീ. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. പിസ്സ ഫ്രീ ആയി കഴിക്കുകയും ചെയ്യാം, പിന്നെ ബോണ്ടുവിനെ ബദലുവിനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യാം. ഹലോ, ഫുർഫുറി നഗറിലെ പിസ്സ ഷോപ്പ്. പറയൂ സാർ, എന്താണ് ഓർഡർ? ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. നീയോ? നിനക്കൊന്നും തന്നെ കിട്ടൂല. ഫോൺ വയ്ക്ക്. നീ എന്തായി ചെയ്യുന്നത് മോട്ടു? അത് നമ്മുടെ കസ്റ്റമർ ആണ്. സോറി സാറേ, സോറി. പറയൂ, എന്താണ് ഓർഡർ ഉള്ളത്? ഓക്കെ, 7. ഓക്കെ സാർ, ഇതിനെല്ലാത്തിനും കൂടി ടോട്ടൽ 3000 രൂപയായി. പൈസ മുഴുവനും തരണം. എന്തെങ്കിലും ഉടായിപ്പ് ഇറക്കിയാൽ ജയിലിൽ പോകേണ്ടി വരും. ഞങ്ങള് മാന്യന്മാരായ വ്യക്തികളാ, ഉടായിപ്പൊന്നും കാണിക്കാനേ ഇല്ല. പക്ഷേ പിസ ഞങ്ങൾക്ക് സമയത്ത് തന്നെ കിട്ടണം. 20 മിനിറ്റിനുള്ളിൽ പിസ വന്നില്ലെങ്കിൽ ഫ്രീ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ സാറേ, വാ മോട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് പിസ ഡെലിവറി ചെയ്യാം. സൈക്കിൾ പഞ്ചറായല്ലോ പത്ലു. മോട്ടു, ഇപ്പം നമുക്ക് പഞ്ചർ ഒട്ടിക്കാനുള്ള സമയമൊന്നുമില്ല. വൈകി പോകും, വേഗം വിട്. പത്ലു വരൂ, വണ്ടി കിട്ടി. നമുക്ക് ഇതിൽ പോവാം, സമയമില്ലാത്തതാ. എന്നാ വിട്ടോ എന്നെ കഴുതേ. എടോ, നേരെ പോ. എന്തിനാ തിരിച്ചു വരുന്നത്? മോട്ടു, പിസയെ സൂക്ഷിക്കേ. അതിനെ പിടിക്കേ. മോട്ടു, ഇത് ശരിയായ ഡയറക്ഷനിലാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡെലിവറി എന്തായാലും ലേറ്റ് ആവില്ല. ഇത് ഡെലിവറിയുടെ പുതിയ സ്റ്റൈലാണോ? ഇത് എന്റെ പിസയാ. ഓ, ഈ കഴുതെ കൊണ്ട് ഞാൻ തോറ്റു.
ഹലോ, ഫുർഫുറി നഗറിലെ പിസ്സ ഷോപ്പ്. ഹലോ, ഞാൻ ബോക്സറോ സംസാരിക്കുന്നത്. ഒരു 8 പേർക്കുള്ള പിസ്സ ആവശ്യമുണ്ട്. ഓർഡർ എടുക്കൂ. ഓക്കെ ഓക്കെ, യെസ് സർ, യെസ്. ഓക്കെ 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 ഓക്കെ. എല്ലാം കൂടി ഒരു 4000 രൂപയാവുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവന്നേക്കാം. അതിന് അഡ്രസ് എഴുതിയെടുത്തില്ലേ ഇനിയും? കമാൽപൂർ ബോക്സിംഗ് റിംഗ്. എന്ത്? ഈ പറയുന്ന സ്ഥലം 50 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഉള്ളത്. അവിടെ 20 മിനിറ്റിനുള്ളിൽ എങ്ങനെ എത്താനാ? ഞാൻ വിചാരിച്ച നിങ്ങൾ വീട്ടിലാണെന്നല്ലേ. നീ എന്താണ് ആലോചിക്കുന്നത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. സമയത്തിന് ഓർഡർ ഇവിടെ എത്തിയില്ലെങ്കിലുണ്ടല്ലോ, നിന്നെ ഞാൻ പിസയാക്കി മാറ്റും. മനസ്സിലായോ? 50 കിലോമീറ്റർ ദൂരം 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ എത്തിപ്പെടാനാ? ഒന്ന് നിർത്ത്. ലിഫ്റ്റ്, ലിഫ്റ്റ്, ലിഫ്റ്റ്. നിർത്ത്, 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 നിർത്ത്. ബോക്സറേട്ടാ, ബോക്സറേട്ടാ, ദേ നിങ്ങളുടെ പിസ്സ. എന്താ ഇത്? പിസ ഡെലിവറി ഇത്രയും ലേറ്റ് ആയിട്ടോ? അതെ ബോക്സർ ചേട്ടാ, ശരിക്കും ഇത്രയും ദൂരം 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ എത്തിപ്പെടാനാ? ഏയ്, എന്തുകൊണ്ട് പറ്റില്ല? സമയം നോക്ക്. ഹലോ, ഇപ്പൊ എത്തിയില്ലേ? ഇപ്പൊ എത്ര സമയമായി? 18 മിനിറ്റ്. ഇനി പറയൂ, ആർക്ക് വേണമെങ്കിലും ഈ സമയം കൊണ്ട് ഇവിടെ എത്താമല്ലോ, അല്ലേ? വരാലോ. ഓർഡർ എഴുതിക്കോളൂ. വാ മോട്ടു, ചിങ്കം സാറിന്റെ ഓർഡറാ. ചിങ്കം സാറേ, ഇതാ നിങ്ങളുടെ പിസ്സ. കലയ്ക്ക് മൂട്ടു പത്ലു. 10 മിനിറ്റിനകം നിങ്ങൾ വന്നല്ലോ. ബിഫോർ ടൈം. എന്റെ അമ്മോ, ഇത് പിസ്സയാണോ അതോ റവ മസാല ദോശയാണോ? മോട്ടു പത്ലു, എത്ര പീസയാണ് ഡെലിവറി ചെയ്തേ? സാറേ, ഒരുപാട് ചെയ്തു. വലിയ വലിയ ഓർഡറുകളാണ് ഡെലിവറി ചെയ്തത്. എന്ത്? ഇത് കാലിയാണല്ലോ. അപ്പൊ കാശൊക്കെ എവിടെ? സോറി സാറേ, ഞങ്ങൾ എല്ലായിടത്തും 20 മിനിറ്റിൽ ലേറ്റായി. പിzzയൊക്കെ നന്നായിട്ട് വിറ്റു, പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല. മോട്ടു പത്ലു, ഞാനിവിടെ ചാരിറ്റി ചെയ്യാനല്ല വന്നത്. ഈ പൈസ എല്ലാം ഞാൻ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. Get out! സാറേ പ്ലീസ്, ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരൂ പ്ലീസ്. അതെ സാറേ, ഞങ്ങൾക്ക് നിങ്ങൾ ഒരവസരം കൂടി തന്നേക്കൂ. ഞങ്ങൾ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ചാൻസ് തരാം. താങ്ക് യു, താങ്ക് യു സാറേ. ഹലോ ജഡ്ക സാറേ, കേൾക്കൂ. ഇതോ മോട്ടു പത്ലു, ഇതാണ് ഡ്രോൺ. ഇതിന്റെ താഴെ പിസ്സ ബോക്സ് തൂക്കിയിട്ടിട്ട് ഇതിൽ അഡ്രസ് ഫീഡ് ചെയ്താൽ മാത്രം മതി. ഇത് അതേ അഡ്രസ്സിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും ബ്രോ. ടയർ പഞ്ചർ ആകുമെന്നും പേടിക്കണ്ട, ട്രാഫിക് ജാമിനെയും പേടിക്കണ്ട. 5 മിനിറ്റിനുള്ളിൽ 100 കിലോമീറ്റർ വരെ ഇത് ഡെലിവറി ചെയ്യും ചങ്ക്. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. ഇനി കണ്ടോളൂ സാറേ, എല്ലാ ഡെലിവറികളും കൃത്യസമയത്ത് തന്നെ പോവും. ആഹാ, ഓക്കെ 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 സർ. ബിഫോർ ടൈം എത്തിയേക്കും സർ. താങ്ക് യു സർ. മോട്ടു പത്ലു, ഇതൊരു വലിയ ഓർഡറാണ് വന്നിരിക്കുന്നത്. ഒരു ഫുൾ 10,000 രൂപയുടെ ഓർഡറാണ്. ഒരു വലിയ പാർട്ടിക്കാണ് പിസ്സ വേണ്ടത്. ഇനി ഈ പ്രാവശ്യം വല്ല പ്രശ്നം ഉണ്ടായാ? സാറേ സാറേ, ഇത് കണ്ടോ? എന്റെ കൂട്ടുകാരന്റെ പുതിയ കണ്ടുപിടുത്തവാ.
അത് എന്നെ ഒന്ന് താഴെ ഇറക്കുമോ? എന്നെ ഒന്ന് താഴെ ഇറക്കുമോ? ബോസ് കം ഡൗൺ കം ഡൗൺ. ബോസേ ഡെലിവറി ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ല ബോസേ. ഒരു പ്രാവശ്യം എന്നെ ഒന്ന് താഴെ ഇറക്ക്, പിന്നെ പറയാൻ നിന്റെ ജോലി എന്താണെന്ന്. എടാ മോട്ടു പത്ലു, ഇനി നിങ്ങളെ എന്റെ കൈ കിട്ടിയ അപ്പൊ അറിയാം നിങ്ങളെ ഞാൻ എന്നാ ചെയ്യാൻ പോവാണെന്ന്. ബോസേ. താഴോട്ട് വരും ബോസേ. അല്ല ഈ പിസ്സ എവിടെയാണ്? അത് ദേ വരുന്നുണ്ട്. വെയിറ്റ്, ദാ ഒരു ബിഫോർ ടൈം ആണല്ലോ. കൊള്ളാലോ, ഇവരെ സമ്മതിക്കണം. ഇതുപോലത്തെ ഡെലിവറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെൽക്കം വെൽക്കം. വാ, എന്തൊരു സൂപ്പർ പിസ്സ ഡെലിവറിയാണ്. ചേട്ടൻ സൂപ്പറാ. സോറി ആക്ച്വലി അത് സോറി എന്തിനാ, ഞങ്ങൾ അന്തിച്ചിരിക്കുക ഇമ്മാതിരി ഡെലിവറി കണ്ട്. പോരാഞ്ഞിട്ട് നിങ്ങൾ വളരെ നേരത്തെയാണ് ഓർഡർ തന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ. നിങ്ങൾ സ്വയം ഇങ്ങനൊരു ഡെലിവറി ആയിട്ട് വന്നത് വളരെ വലിയൊരു കാര്യമാണ്. വി ലൈക്ക് ദി ഐഡിയ. ഇതൊരു കലക്കൻ ഐഡിയ ആണ്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിസ്സ ഡെലിവറിയുടെ ഐഡിയ ആരാ തന്നെ? ഓ ഇതോ, ഇത് ആക്ച്വലി എന്റെ ഇന്റലിജന്റ് സ്റ്റാഫ് മോട്ടു പത്ലുവിന്റെ ഐഡിയ ആയിരുന്നു. നോക്കൂ, എനിക്ക് 50 ബ്രാഞ്ചസ് ഉണ്ട്. ഇനി എല്ലായിടത്തും നിങ്ങൾ തന്നെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്. നിത്യവും 1 ലക്ഷത്തിന്റെ ബിസിനസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സോറി മോട്ടു പത്ലു, എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും ഗ്രേറ്റ് ആണ്, റിയലി ഗ്രേറ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.